എല്ലാരും നാട്ടിലിപ്പോ ഉണ്ട്, എല്ലാരും ഹാപ്പിയാണ് ഞങ്ങള്. പക്ഷെ ഒരു സങ്കട വാർത്ത ഉണ്ട് ഗൈസ്, ഞാൻ പോകുന്നു. അവള് വേറെ നാട്ടിലൊന്നല്ല പോകുന്നത്, സ്റ്റഡി ടൂറിന് മാത്രമാണ് പോകുന്നത്. അപ്പൊ എല്ലാരും വന്ന് ആ സമയത്താണ് ഞാൻ പോണത്. ഞാൻ വന്നിറങ്ങണം, അന്ന് ആനി പോണ്. അതാണ് അവിടെ ഇതിന്റെ സ്നേഹം. മെയിൻ സംഭവം ഇനിയിപ്പോ പ്രൊമോഷൻ ചെയ്യാൻ തൊക്കടെ ഒരാളെ വന്നില്ലേ, പ്രൊമോഷൻ പറഞ്ഞു കൊടുക്കാനും ഒരാൾ വന്നിട്ടുണ്ട്. 4 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരും. 4 ദിവസം എടുക്കും ഗൈസ്, 4 ദിവസം കഴിഞ്ഞിട്ട് വരും. 4 ദിവസം സമാധാനം. 5 ദിവസം അതിന് പോവേണ്. ഇവിടെ എന്തോ നടക്കുന്നത് ഗൈസ്, എനിക്ക് വേറെ വഴിയില്ല. ആനി കൊണ്ടിട്ടിട്ട് വരാം ഗൈസ്. ഞാൻ വന്നപ്പോ ആനി പോകുന്നു. എന്താണിത്? ആനി കൊണ്ടിട്ടിട്ട് വരാം. ഇവരെന്നെ ഫുഡിനെ പറഞ്ഞ് പേടിപ്പിക്കണം ഗൈസ്. ഞാൻ പോകുന്നത് ഈറോഡാണ്, തമിഴ്നാട്. നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇരിക്കും. ഇതെല്ലാം കേക്കണം ഞാൻ. പോവാം. ശരി എന്നാ ഞാൻ പോയിട്ട് വരാം. ആനി പോണ കൂട്ടത്തില് ഇവന് വെള്ളവും സ്നാക്സും. എന്തൊക്കെ പറഞ്ഞാലും ഒരാള് പോയവരിപ്പോ KFC കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് അവര് എന്നെ കൊണ്ടാക്കാൻ വരുന്നു. കാലിൽ ചെരുപ്പ് പോലില്ലാതെ ഞങ്ങളെ പപ്പ എനിക്ക് സങ്കടം വരുന്നു. ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇവരെ വിട്ട് ഒരു ദിവസം, മീൻസ് ഒരു ദിവസം പോലെ ഞാൻ നിന്നിട്ടില്ല. ടൂറിന് പോയെങ്കിൽ രാവിലെ പോയി രാത്രി എത്തും, അങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു. അല്ലാണ്ട് ഞാൻ മാറി നിന്നിട്ടില്ല ഗൈസ്. അതല്ലേ പറഞ്ഞത്, ശീലമായിക്കോളും, പേടിക്കാതെ. കണ്ടില്ലേ, ഇത് ഒരു വർഷമായിട്ട് വന്നു, ആനി പോണു. വരണം ഇവിടെ തന്നെ വരും. എനിക്ക് പോവണ്ട. ആനി 5 മണിക്കാണ് എയർപോർട്ട് ആനി 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. നമ്മളിപ്പോൾ സമയം 4:45. അവരോട് എത്തിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് 15 മിനിറ്റ് ആണോ വെച്ചു? ആരാ ഓടിക്കുന്നേ? പോൾ വാക്കറുടെ സമയമായി ഗൈസ്. സമയത്ത് എത്തും. നിങ്ങൾ എന്നെ കൊണ്ടുവിടേണ്ടി വരാ. ഇവരെന്തിനാണ് കൊണ്ടുവന്നത്? വണ്ടി കണ്ടാ ഉറങ്ങും. ഉറങ്ങുമ്പോതും ഇവനിൻ ഗവനം ഉറങ്ങിപ്പോകാതെ കറക്റ്റ് ടൈമിലെത്തി. ഉലകമേ ഇവളെന ഇവൻ വാഴും അഴകൈ പാരടാ. പോകുമെന്ന് കുറച്ച് നിർബന്ധിച്ച തായടാ. വിഷമാണോ? ഇല്ല, ഒരിക്കലും ഇല്ല. വിഷമാണോ? കരയുവോ? ഇല്ല. പറ വിഷമാണോ? വിഷമില്ലാനി ഇല്ല. കണ്ണു അടച്ചിട്ടോ. ഇവൻ അണ്ണൻ പാതി അനിമോളെവിടെ? தம்பி என்ற நிலையை கடந்து போனானே. உலகமே இவளென என் வாழும் அழகை பாரடா. மகள் என வளர்க்கிறான் இவன் உயரம் குறைந்த தாயடா. இவனின் அன்பை அளந்திட எந்த மொழി. ആനി പോയി, ആനിയുടെ ട്രെയിനിൽ പോയി നമ്മൾ ഇറങ്ങാനുമായി. ബാക്കിയുള്ളവരോട് അനന്തച്ചാലും ചിത്രച്ചാലും ഞാൻ വിളിച്ചപ്പോ എത്താറായെന്ന് പറഞ്ഞു, ഇതുവരെ എത്തിയില്ല. നിങ്ങളവിടെ വണ്ടി ഓടിക്കാൻ അറിയാമോ? ഞാൻ ഇന്ന് വന്ന് എന്റെ തന്നെയാണ് എനിക്കറിയാം ആനി എവിടെ പോണെന്ന്. നീ എത്ര ദിവസം ഉള്ളത്? അപ്പൊ നമ്മളൊരു ട്വിസ്റ്റ് ഉണ്ട് കഥയിൽ. ട്രിവാൻഡ്രം സെന്ററിൽ നിന്നാണ് അവർ കയറുന്നത്. നമ്മൾ ട്രിവാൻഡ്രം കൊച്ചുവേളി എയർപോർട്ടിൽ വന്നു. மழை
காற்றோடு போகும் வரை போனா. A few moments later. എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ വിഷമമുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിവിടെ എത്തി. ഇനി നമ്മള് റൂമിലോട്ട് പോവാം. ഈ റോഡിൽ നിന്ന് നമ്മൾ ഭവാനി വില്ലേജിലോട്ടാണ് പോകുന്നത്. ഭവാനി വില്ലേജ് എവിടെ ഇരിക്കണം അവിടെ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മുല്ലപ്പൂ മേടിക്കണം. നമ്മള് ഭവാനി വില്ലേജിലോട്ടാണ് പോകുന്നത്. നമ്മള് ഭവാനി പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ചുമ്മയാണ് കുറച്ച് മുമ്പ് വേണം പറഞ്ഞ ഭവാനി പോണ്ടാത്. എനിക്ക് വീട്ടിൽ പോകണം. ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ വന്നത്. നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് നമുക്ക് മെഷർമെന്റ് എടുക്കാണ്ടായിരുന്നു. മെഷർമെന്റിൽ അടുത്ത് തീർന്ന്. ഇവിടെ ഇല്ലേ വിചാരിച്ചതിനെക്കാട്ടി ഭയങ്കര വെയില്, പൊരിഞ്ഞ വെയില്. കുട ഇല്ലെങ്കിൽ നമ്മൾ ചത്ത്. ഇമോഷണൽ ചേച്ചിനെ മിസ് ചെയ്യുന്നു. ആനി ആനി 26-ാം തീയതി ഫ്രണ്ട്സിന് എല്ലാവരോട്ട് വരുമല്ലേ? എല്ലാരെയും ഇറങ്ങാൻ പറ. ജിത്തോച്ചിനെ കാണാം. റീറ്റ നേരത്തെ പോയ എങ്ങനെ? വീട്ടിൽ പോയെന്നാ മറ്റുള്ളവരുണ്ടല്ലോ. പോയ എങ്ങനെ ശരിയാവും? ബോയ് ഫ്രണ്ട് ഇല്ലാത്തൊരു ലിസ്റ്റ് അല്ല ആദ്യം അയക്ക്. എന്നിട്ട് ഞാൻ അതിനനുസരിച്ച് എല്ലാവരെയും കാണാം. നീ വരണം. നീ ഈറോഡിനെ പോകും. നീ തിരിച്ചു വരണം. നീ പോകും. നീ ജിത്തോച്ചിന് ഒരു ഗേൾ ഫ്രണ്ട് കണ്ടുപിടിച്ചിട്ട് വന്നാൽ മതി. ഇല്ലെങ്കിൽ നീ വരണം. സനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? സനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെന്നാണല്ലോ ഞാൻ ഇറങ്ങുന്നത്. ബോയ് ഫ്രണ്ട് ഇല്ല, ചുമ്മാ ഇറങ്ങുമ്പോൾ താല്പര്യമുള്ള ജിത്തോച്ചിന് ഇവിടെ ഫ്രീ. ഇതാണ് ഗൈസ് റിയൽ ജിത്തുചാൻ. ബൈ ബൈ ബൈ. ഓക്കെ, പ്രാങ്ക് കഴിഞ്ഞു. ഓക്കെ, വീഡിയോ എടുക്കായിരുന്നു. പ്രാങ്ക് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ഇനി ഞാൻ ശരിക്കുള്ള ഞാനാവട്ടെ. എന്റെ ഗേൾ ഫ്രണ്ട് വിളിക്കട്ടെ. രാത്രി ഫുഡ് എന്താ അവിടെ? സ്റ്റൂക്കർ കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. രാവിലെ ആകുമ്പോൾ സ്റ്റൂക്കർ അനുഭവം ഗുരു. പിള്ളേരൊക്കെ അവിടെ പോയി. ഇന്നാണ് സത്യം പറഞ്ഞ ആനിവേഴ്സറി. പക്ഷെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എല്ലാവരും എത്തും. അപ്പോഴാണ് ശരിക്കുള്ള ആനിവേഴ്സറി. ഇപ്പൊ അല്ല ശരിക്കുള്ള ആനിവേഴ്സറി. അപ്പൊ നമുക്ക് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ 23rd ആണ്. പക്ഷെ നമ്മൾ 25th-നോ 26th-നോ 27th-നോ ചിലപ്പോൾ അത് കഴിഞ്ഞു ആലോചിക്കാം. എല്ലാവരും എപ്പോൾ എത്തുന്നോ അപ്പൊ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. കാരണം എന്തായാലും 4 year ആനിവേഴ്സറി ആണ് നമ്മൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്തിരിക്കും. ഗൈസ്, ഇന്ന് Day 2 ആയി. നമ്മളിപ്പോ നമ്മുടെ സ്പോട്ടിലേക്ക് പോവാണ്. പോയിട്ട് ഇന്നലത്തെ പോലെ പണിയെടുക്കണം. ഓക്കെ, ചുമ്മാ ചോദിക്കുന്നേ ഉള്ളു. എല്ലാ കടയിലും ഇതത്ര ഒന്നും മേടിക്കുന്നില്ല. കല്യാണം കളി മാറി 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 ഇവളുടെ പോയി. കാപ്പി തമിഴ്നാട് കാപ്പി കുടിക്കാൻ വന്നു ഗൈസ്. ഈവനിങ് കാവേരി റിവർ കാണാൻ പോകുന്നു ഫ്രണ്ട്സുമായിട്ട്. പക്ഷെ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ദേവനാണ് പറഞ്ഞത് അങ്ങോട്ട് നേരെ പോയ വഴിയില്ല. ദേവനാണ് കൊണ്ടുപോയത്. അമ്മ പപ്പ ഞങ്ങളൊന്ന് കളഞ്ഞു പോയെങ്കിൽ ദേവന്റെ വീട്ടിൽ പോയാൽ. ഞാൻ ഇത് ഏതോ ഒരു സിനിമയില് കണ്ടിട്ടുണ്ട്. ഇതാണ് സന. ഹായ് ഗൈസ്. നിനക്ക് എനിക്ക് തമ്മിൽ എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ട്? 2 ചേച്ചിയാ ഞാൻ. അടിപൊളിയല്ലേ? ഞാനാണോ? ഗൈസ്, നമ്മള് ഇവിടത്തെ വർക്ക് കഴിഞ്ഞിട്ട് പോവാൻ നിന്നപ്പോ ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന്. ഹായ് சொல்லுங்க. பேரு சொல்லுங்க. மங்கையார் கரசி. உங்களுக்கு எங்களை பிடிச்சதா? ரொம்ப பிடிச்சது. ஓகே, நாங்க போகட்டுமா?
പോയിട്ട് വാങ്ങൾ പോയിട്ട് പറയുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. അത്യാവശ്യത്തിന് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആനി കോളേജിൽ നിന്ന് ഫീൽഡ് വിസിറ്റിന് പോയി. ആനി ഇന്ന് വരും. അപ്പൊ ആനിയും എത്തി, ഞങ്ങൾ എല്ലാരും എത്തി. പക്ഷെ ഡാനിയച്ച മാത്രമില്ല.